വെൽക്കം ബാക്ക് ടു ദ ക്ലാസ്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്, ദാറ്റ് ഈസ് റിപ്രൊഡക്റ്റീവ് സിസ്റ്റം. റിപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ ഫ്യൂസ് ചെയ്തിട്ട് ഗാമേറ്റ് ഫ്യൂസ് ചെയ്തിട്ട് പുതിയൊരു ഓഫ് സ്പ്രിങ് ആയിട്ട് ഉണ്ടാവുന്ന പ്രോസസ്സ്. അതെങ്ങനെയാണ് നടക്കുന്നത്, ആരൊക്കെയാണ് ഹെൽപ്പ് ചെയ്യണത്, ഏതൊക്കെ ഓർഗനാണ്, ആ ഓർഗൻ്റെ സ്പെഷ്യാലിറ്റി എങ്ങനെയാണ്, ഹൗ ദ sperms are producing and gametes are producing inside both male and female ആൻഡ് ഓഫ് സ്പ്രിങ്ങിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങളും കുറേ ഹോർമോണൽ ആക്ഷൻസൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഓർ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. അതിൻ്റെ മുന്നേ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്ന് ജസ്റ്റ് ഒരു ഓവർവ്യൂ. സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇസ് എ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം പ്രൊഡ്യൂസ് ഓഫ് സ്പ്രിങ് ബൈ മേക്കിംഗ് ജേം സെൽ കോൾഡ് ഗാമേറ്റ്സ്. മെയിലിലും ഫീമെയിലിലും ഗാമേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഗാമേറ്റ് എന്ന് പറയുകയാണെങ്കിൽ പുതിയൊരു ലൈഫ് അല്ലെങ്കിൽ ഒരു ബേബി ആയിട്ട് മാറാൻ കേപ്പബിൾ ആയിട്ടുള്ള സെല്ലിനെയാണ് നമ്മൾ ഗമേറ്റ് എന്ന് പറയുക. മെയിൽ ഗമേറ്റും ഫീമെയിൽ ഗമേറ്റും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ഫീറ്റസ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് വാട്ട് ഗാമേറ്റ്. ദെൻ ആഫ്റ്റർ ദ മെയിൽ ഗാമേറ്റിനാണ് നമ്മൾ സ്പേം സെൽ എന്ന് പറയുക. ഫീമെയിൽ ഗാമേറ്റാണ് സെക്കൻഡറി oocyte. അത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യും. ബൈ ദ പ്രോസസ് ഫെർട്ടിലൈസേഷൻ. ദെൻ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് ഇവർ ഫ്യൂസ് ചെയ്ത് നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഫ്യൂസ് ചെയ്യുന്നത് ഇൻസൈഡ് ദി യൂട്രസ്, ഫീമെയിൽ യൂട്രസിനകത്ത് ഡെവലപ്പ് ആയിക്കോളും ഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ദെൻ ഈ ഫ്യൂസ് ചെയ്ത ആ സെല്ലിൽ ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ 46 ക്രോമസോംസ് ഉണ്ടാവും, 23 ഫ്രം മദർ ആൻഡ് 23 ഫ്രം ഫാദർ. അപ്പോൾ ഗമേറ്റിനകത്ത് ഹാഫ് നമ്പർ ഓഫ് ക്രോമസോംസേ പ്രസൻ്റ് ആയിരിക്കും, ദാറ്റ് ഈസ് 23. ഒരു നോർമൽ സെല്ലിനെക്കാട്ടും പകുതി മാത്രമേ ഈ ഗാമേറ്റിനകത്ത് ക്രോമസോംസ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, ദെൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഹാവ് അനാറ്റമിക്കലി ഡിസ്റ്റിങ്ക്റ്റ് റിപ്രൊഡക്റ്റീവ് ഓർഗൻസ്. രണ്ട് ആൾക്കാർക്ക് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ മെയിലും ഫീമെയിലും കണ്ടാൽ തന്നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, അവർക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണുള്ളത്. അത് ഓർഗൻ്റെ കാര്യത്തിലാണെങ്കിലും ദെൻ and they facilitating the fertilization, and in female sustaining the growth of the embryo and fetus. The male and female reproductive organs can be grouped by their function. നമുക്കതിനെ ഫങ്ഷൻ വെച്ചിട്ട് കുറച്ച് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം ഈ മെയിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനെ. സോ ഫസ്റ്റ് ഇസ് ഗൊണാഡ് എന്ന് പറയുകയാണെങ്കിൽ ഇൻ കേസ് ഓഫ് മെയിൽ ആണെങ്കിൽ ഇറ്റ് ഇസ് ടെസ്റ്റിസ്, ആൻഡ് ഇൻ കേസ് ഓഫ് ഫീമെയിൽ ഇറ്റ് ഇസ് ഓവറി. ദാറ്റ് പ്രൊഡ്യൂസ് ഗാമേറ്റ് ആൻഡ് സെക്രേറ്റ് സെക്സ് ഹോർമോൺസ്. നമ്മൾ ഹോർമോൺസിനെ പറ്റി പഠിച്ചു എൻഡോക്രൈനിൽ. അപ്പോൾ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എല്ലാം വരുന്നത് ഈ ഗാമേറ്റിൻ്റെ മുകളിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഗൊണാഡ്സ് ഗാമേറ്റിനെയും പ്രൊഡ്യൂസ് ചെയ്യും, പിന്നെ ആരെയും പ്രൊഡ്യൂസ് ചെയ്യുക, ഹോർമോൺസിനെയും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പിന്നെ ഉണ്ടാവുന്നത് വെച്ചാൽ ഈ ഗൊണാഡ്സിനകത്ത് ഗാമേറ്റ് ഉണ്ടാവുകയാണെങ്കിൽ ഗാമേറ്റ് ചുമ്മാ അതിന് മൂവ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ അതിന് മൂവ്മെൻറ്റിന് വേണ്ടി കുറച്ച് പാസേജ് വേണം. സോ അങ്ങനത്തെ പാസേജാണ് നമ്മൾ ഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വേരിയസ് ഡക്ട്സ് ദേ സ്റ്റോർ ആൻഡ് ട്രാൻസ്പോർട്ട് ദി ഗാമേറ്റ്. ഓക്കെ, അപ്പോൾ അത്യാവശ്യത്തിന് അതിന് സ്റ്റോർ ചെയ്യുകയും ചെയ്യും, ട്രാൻസ്പോർട്ടിനും ഹെൽപ്പ് ചെയ്യും. ഇൻ കേസ് ഓഫ് ഫീമെയിൽ ആണെങ്കിൽ അതിന് സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് ഇൻ കേസ് ഓഫ് മെയിൽസ് അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ട് ബോഡിക്കകത്ത് തന്നെ. മെയിലിൻ്റെ ബോഡിയിൽ ഈ സ്പേംസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്, ആവശ്യമുള്ള സമയത്ത് മാത്രമേ അത് പുറത്തോട്ടേക്ക് ഇജാക്കുലേറ്റ് ചെയ്ത് പോകുന്നുള്ളൂ. ബട്ട് ഇൻ കേസ് ഓഫ് ഫീമെയിൽ അത് വൺസ് ഇൻ എ മന്താണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റോറേജ് പ്രോസസ്സ് ഉണ്ടാവുന്ന oocyte ഒത്തിരി നാളത്തേക്കൊന്നും സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല, അത് പെട്ടെന്ന് തന്നെ റപ്ചറായിട്ട് പോകും. ഓക്കെ, ദെൻ ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആക്സസറി ഡൈജസ്റ്റീവ് ഓർഗൻസ് പഠിച്ചു. അതുപോലെ തന്നെ ഈ സെക്ഷുവൽ റീപ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഗ്ലാൻഡ്സിനെയാണ് നമ്മൾ ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് എന്ന് പറയുക. ദേ പ്രൊഡ്യൂസ് സബ്സ്റ്റൻസസ് ദാറ്റ് പ്രൊട്ടക്റ്റ് ഗാമേറ്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് ദിയർ മൂവ്മെൻറ്റ്. Then next is the supporting structures. In case of male it is penis, and in case of female it is uterus. It assists the delivery of gamete. ഒരു ഗാമേറ്റിൻ്റെ ഡെലിവറി ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ ഇൻ കേസ് ഓഫ് പെനിസ് ആണെങ്കിൽ മെയിലിൽ നിന്ന് ഫീമെയിലിലോട്ടേക്ക് ഈ ഗാമേറ്റിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്പോർട്ടീവ് സ്ട്രക്ചറാണ് പെനിസ്. ഓക്കെ,
Then next is gynecology and urology. In case of gynecology, it is a specialized branch of medicine concerned with the diagnosis and treatment of diseases of the female reproductive system. ഗൈനക്കോളജിയിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി മാത്രം പഠിക്കുന്ന ഒരു ശാസ്ത്ര ശാഖയാണ്. ഇറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് മെഡിസിൻ. ദെൻ നെക്സ്റ്റ് ഇസ് എ യൂറോളജി. യൂറോളജി എന്ന് പറയുമ്പം ഇസ് എ സ്റ്റഡി ഓഫ് യൂറിനറി സിസ്റ്റം. അത് ആരിൽ വേണമെങ്കിലും ആവാം. യൂറോളജിസ്റ്റ് ഓൾസോ ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് ദി മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. കാരണം ഇൻ കേസ് ഓഫ് ഫീമെയിൽ നമ്മൾക്ക് രണ്ട് ഡിഫറെൻറ്റ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഓർഗൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താണെങ്കിലും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ സെക്കൻഡറി യൂസായിട്ടുള്ള പാസേജ് ആണെങ്കിലും വെജൈനൽ ബ്ലീഡിങ് ആണെങ്കിലും വെജൈനൽ ഓപ്പണിംഗ് ഉണ്ട്, യൂറിനറി ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അതെല്ലാം രണ്ടെണ്ണം തന്നെ ഡിഫറെൻ്റ് ആണ്. ബട്ട് ഇൻ കേസ് ഓഫ് മെയിൽ ആണെങ്കിൽ എല്ലോ പെനിസിലിൻ്റെ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻ കേസ് ഓഫ് യൂറോളജി അവർക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ പ്രോബ്ലംസും കൂടെ അത്യാവശ്യം അറിയാൻ പറ്റും. ഓക്കെ, ദെൻ ദ ബ്രാഞ്ച് ഓഫ് മെഡിസിൻ ദാറ്റ് ഡീൽസ് വിത്ത് മെയിൽ disorders, especially infertility and sexual dysfunction, is called as andrology. Okay, then ഇനി നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെ പറ്റി കൂടുതലായിട്ട് പഠിക്കാം. ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഇൻക്ലൂഡ് ദ ഫോളോയിങ് സ്ട്രക്ചേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് ദി ഗൊണാഡ്സ്. ഗൊണാഡ്സ് ടെസ്റ്റിസ് ആണ് ഗൊണാഡ്. പിന്നെ വരുന്നത് സിസ്റ്റം ഓഫ് ഡക്റ്റ് എന്ന് വെച്ചാൽ ഈ ഗൊണാഡ്സിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡക്റ്റ്. ഈ ഡക്റ്റ് വരുന്നത് എപ്പിഡിഡൈമസ്, ഡക്ടസ് ഡിഫറൻസ്, ഇജാക്കുലേറ്ററി ഡക്റ്റ് ആൻഡ് യൂറിത്ര. ഇത്രയും ഡക്റ്റാണ് മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്തുള്ളത്. ദെൻ ആക്സസറി സെക്സ് ഗ്ലാൻഡ്സ് ലൈക്ക് സെമിനൽ വെസിക്കിൾസ്, പ്രോസ്ട്രേറ്റ് ആൻഡ് ബൾബോ യൂറിത്രൽ ഗ്ലാൻഡ്. അപ്പോൾ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഹെൽപ്പ് ചെയ്യായിരിക്കും, ഫെസിലിറ്റേറ്റ് ചെയ്യുകയാണ് ഇവരുടെ മൂവ്മെൻറ്റിനെയും പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനെയും. ആൻഡ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ഇൻക്ലൂഡ് സ്ക്രോട്ടം ആൻഡ് പെനിസ്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഓരോ ആൾക്കാരെ പറ്റിയിട്ടും ഡിഫറെൻ്റ് ആയിട്ട് പഠിക്കണം. സോ ദിസ് ഇസ് ദ പിക്ചർ നിങ്ങൾ വരയ്ക്കാൻ പഠിക്കണം. ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഐ വിൽ ഷെയർ ദ പിക്ചർ. ഇതിനകത്ത് എല്ലാ ഏരിയയും ക്ലിയർ ആയിട്ട് കാണിച്ചിട്ട് തന്നെയാണ് പിക്ചർ ഉള്ളത്. യു ക്യാൻ ഗോ ത്രൂ ദിസ് പിക്ചർ. So we can start with this supporting structure, that is scrotum. അതെന്തിനാണ് നമ്മൾ സ്ക്രോട്ടം നിന്ന് തുടങ്ങണമെന്ന് വെച്ചാൽ സ്ക്രോട്ടം ഇറ്റ് ഈസ് ദി ഔട്ടർ മോസ്റ്റ് കവറിങ്, അല്ലെങ്കിൽ നമ്മൾക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വിസിബിൾ ആയിട്ടുള്ള ഒരു പോർഷനാണ് സ്ക്രോട്ടം. ഓക്കെ, പിന്നെ സ്ക്രോട്ടത്തിനകത്താണ് ബാക്കി എല്ലാ ടെസ്റ്റിസും അതിൻ്റെ ബാക്കി സ്പെർമാറ്റോജെനസിസും എല്ലാം വരുന്നത്. സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദിസ് സ്ക്രോട്ടം. It is a supporting structure for the testis that hangs from the root of penis. ഒരു പെനിസിൻ്റെ റൂട്ടിൽ എന്ന് വെച്ചാൽ പെനിസ് ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന അവിടെ നിന്നാണ് ഈ സ്ക്രോട്ടം ഹാങ് ചെയ്തിരിക്കുന്നത്. എക്സ്റ്റേണലി ഇത് സ്ക്രോട്ടം ലുക്ക് ലൈക്ക് എ സിംഗിൾ പൗച്ച്. നമുക്ക് കാണുമ്പോൾ അതൊരു ഒറ്റ പൗച്ച് പോലെ ഉണ്ടാകും, ബട്ട് അത് ഇൻറ്റേർണലിയും എക്സ്റ്റേണലിയും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റേണലി ഡിവൈഡ് ചെയ്യുന്നത് ആ ഒരു ചെറിയ ഡിവിഷനെ നമുക്ക് റാഫെ എന്ന് പറയാം. ഇൻറ്റേർണലി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, രണ്ട് പൗച്ചായിട്ട് അല്ലെങ്കിൽ രണ്ട് ലെയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് സ്ക്രോട്ടൽ സെപ്റ്റം എന്നാണ് പറയുന്നത്. സ്ക്രോട്ടൽ സെപ്റ്റം ഡിവൈഡ്സ് സ്ക്രോട്ടം ഇൻ 2 സാക്സ് ഈച്ച് കണ്ടെയ്നിങ് സിംഗിൾ ടെസ്റ്റിസ്. സോ ഒരു മെയിൽ ബോഡിക്കകത്ത് 2 ടെസ്റ്റിസാണ് ഉള്ളത്. ഇങ്ങനെ സ്ക്രോട്ടം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്ക്രോട്ടൽ സെപ്റ്റം. എന്നിട്ട് ഓരോ പൗച്ചിനകത്തും ഓരോ ടെസ്റ്റിസ് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ ലൊക്കേഷൻ. ഈ സ്ക്രോട്ടം എന്ന് പറയുന്നത് എവിടെയാണ്? ആക്ച്വലി നമ്മുടെ ബോഡീൻ്റെ ഉള്ളിലല്ല, പുറത്താണ്. മെയിലിൻ്റെ ബോഡിക്ക് പുറത്താണ് അത് പ്രസൻ്റ് ആയിട്ടുള്ളത്. ലൊക്കേഷൻ ഓഫ് സ്ക്രോട്ടം ആൻഡ് ദി കോൺട്രാക്ഷൻ ഓഫ് ഇറ്റ്സ് മസിൽ ഫൈബേഴ്സ്. ഈ സ്ക്രോട്ടൽ മസിൽസ് 2 മസിലാണുള്ളത്, ഡാറ്റോസ് മസിൽ ആൻഡ് ക്രിമാസ്റ്റർ മസിൽ. ഇറ്റ് റെഗുലേറ്റ് ടെമ്പറേച്ചർ ഓഫ് ദ ടെസ്റ്റിസ്. അത് ടെസ്റ്റിസിൻ്റെ ടെമ്പറേച്ചർ കണ്ടീഷനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. വൈ? ബിക്കോസ് നോർമൽ സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പേമിന് ലൈഫ് കൂടുതൽ ഉണ്ടാവണമെങ്കിൽ 2 to 3 ഡിഗ്രി ബിലോ ആയിരിക്കണം നമ്മളെ ബോഡി ടെമ്പറേച്ചറുമായിട്ട്. സോ ബോഡിക്ക് ഉള്ളിലാണെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ബോഡീൻ്റെ അകത്തായിരുന്നു ഈ സ്ക്രോട്ടം ഉള്ളതെന്ന് വെച്ചാൽ ടെമ്പറേച്ചർ കൂടാൻ ചാൻസ് ഉണ്ട്. സോ ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ബോഡി ഇറ്റ് സെൽഫ് തന്നെ ഒരു പ്രോസസ്സായിട്ട് സ്ക്രോട്ടത്തിന്
ബോഡിയുടെ വെളിയിലോട്ടേക്ക് വെച്ചിട്ട് 2 ഡിഗ്രി അല്ലെങ്കിൽ 3 ഡിഗ്രി ടെമ്പറേച്ചർ കുറവായിരിക്കും എപ്പോഴും ടെസ്റ്റിസിനകത്ത് അല്ലെങ്കിൽ സ്ക്രോട്ടത്തിൻ്റെ ഉള്ളിൽ. Then we can study about the testis. Testis, also known as testicles, it is paired oval glands in the scrotum. Then ഇതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ 5 cm ലോങ് ആൻഡ് 2.5 cm ഇൻ ഡയമീറ്റർ, മാസ് ഓഫ് 10 to 15 grams ഈച്ച്. എന്ന് വെച്ചാൽ ഓരോ ടെസ്റ്റിസും 15 grams വരെ മാക്സിമം ഉണ്ടാവും. പിന്നെ ഇത് ഫീറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്ത് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ സ്ക്രോട്ടവും അതുപോലെ സ്ക്രോട്ടല്ല ടെസ്റ്റിസ് ഉണ്ടാവുന്നുണ്ട്, ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മാത്രമേ അത് ഒരു മെയിൽ ഹ്യൂമൻ ബീയിങ് ആയിട്ട് മാറുമ്പോൾ മാത്രമേ അത് സ്ക്രോട്ടത്തിലോട്ടേക്ക് വരത്തുള്ളൂ. അതെന്ന് വെച്ചാൽ ടെസ്റ്റിസ് ഡെവലപ്പ് നിയർ ദ കിഡ്നി ഇൻ ദ പോസ്റ്റീരിയർ പോർഷൻ ഓഫ് ദി ആബ്ഡമൻ ആൻഡ് ദ യൂഷ്വലി ബിഗിൻ ദ ഡിസെൻഡ് എൻറ്റർ ദി സ്ക്രോട്ടം ത്രൂ ദ ഇൻഗ്വിനൽ കനാൽ. അപ്പം കിഡ്നിയുടെ സൈഡിലാണ് ആക്ച്വലി അത് ഡെവലപ്മെൻറ്റ്, ഫീറ്റൽ ഡെവലപ്മെൻറ്റിൻ്റെ സമയത്താണ് കിഡ്നിയുടെ സൈഡിലായിട്ട് ഇവർ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് സ്ക്രോട്ടത്തിലോട്ടേക്ക് ഇൻഗ്വിനൽ കനാൽ എന്ന് പറയുന്നൊരു കനാലുണ്ട്. ആ ഇൻഗ്വിനൽ കനാൽ വഴി ഈ ടെസ്റ്റിസ് ഇറങ്ങി വരികയാണ് ചെയ്യുക ഡ്യൂറിങ് ദി ഹാഫ് ഓഫ് ദി 7th month ഓഫ് ഫീറ്റൽ ഡെവലപ്മെൻറ്റ്. 7 മാസം കഴിയുമ്പോൾ അല്ലെങ്കിൽ 7.5 മാസം കഴിയുമ്പോൾ, ഒരു പ്രഗ്നൻസി 7.5 months കഴിയുമ്പോൾ മാത്രമേ ഈ ടെസ്റ്റിസ് ഇൻഗ്വിനൽ കനാൽ വഴി സ്ക്രോട്ടത്തിനകത്തോട്ടേക്ക് മൂവ് ചെയ്ത് വരും. ഓക്കെ, ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ. ഇത് ലൈവ് ഫോട്ടോ ആണ്. കുറച്ച് പാർട്സ് എല്ലാം കാണാം നിങ്ങൾക്ക്. ദിസ് പിക്ചർ യു ഹാവ് ടു ഡ്രോ. ഇതിനകത്ത് കുറേ പോർഷൻസ് നിങ്ങൾക്ക് കാണാം. സെമിനിഫറസ് ട്യൂബ്യൂൾസ്, സ്ട്രേറ്റ് ട്യൂബ്യൂൾസ്, ട്യൂണിക്ക വെജിനാലിസ്, ആൽബുജിനിയ ലോബ്യൂൾസ്, സെപ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഏറ്റവും മുകളിൽ കാണുന്ന ട്യൂണിക്ക വെജൈനാലിസ്, അതാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ്. അതിനെപ്പറ്റിയാണ് പറയണത്. ദ സീറസ് മെംബ്രെയിൻ കോൾഡ് ട്യൂണിക്ക വെജൈനാലിസ് വിച്ച് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദി പെരിറ്റോണിയം ആൻഡ് ഫോംസ് ഡ്യൂറിങ് ദി ഡിസെൻറ്റ് ഓഫ് ദി ടെസ്റ്റിസ് പാർഷ്യലി കവേഴ്സ് ദി ടെസ്റ്റിസ്. ഫുള്ളായിട്ട് അതിന് കവറിങ് ഇല്ല, പാർഷ്യൽ കവറിങ് മാത്രമാണ് ഇയാൾ നടത്തുന്നത്. ദാറ്റ് ഇസ് ട്യൂണിക്ക വെജൈനാലിസ്, എ കളക്ഷൻ ഓഫ് സീറസ് ഫ്ലൂയിഡ് ഇൻ ദ ട്യൂണിക്ക വെജൈനാലിസ്. അപ്പോൾ ഈ വെജൈനാലിസിൻ്റെ അല്ലെങ്കിൽ ട്യൂണിക്ക വെജൈനാലിസിൻ്റെ ഉള്ളിലുള്ള ഫ്ലൂയിഡിനാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോസീൽ. ഓക്കെ, ഇറ്റ് മേ ബി കോസ്ഡ് ബൈ ഇഞ്ചുറി ടു ദ ടെസ്റ്റിസ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദി എപ്പിഡിഡൈമിസ്. അപ്പോൾ നോർമൽ കണ്ടീഷനിൽ അവിടെ ഫ്ലൂയിഡ് ഉണ്ടാവില്ല. ഈ ടെസ്റ്റിസിന് എന്തെങ്കിലും ഇഞ്ചുറി വരികയാണെങ്കിൽ മാത്രം അവിടെ ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പറയുന്നത് ഹൈഡ്രോസീൽ എന്ന്. ഓക്കെ, ദെൻ അതിൻ്റെ ഉള്ളിലോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇൻറ്റേർണൽ ടു ദ ട്യൂണിക്ക വെജിനാലിസ് നമുക്ക് വേറെ ഒരു ലെയർ ഉണ്ടാവും. ദാറ്റ് ഇസ് കോൾഡ് ആസ് ട്യൂണിക്ക ആൽബുജിനിയ. ഈ ട്യൂണിക്ക ആൽബുജിനിയ ഇൻവേർഡ് വീണ്ടും അത് ഉള്ളിലോട്ടേക്ക് വളരുന്നത് കാണാം. ഈ പിക്ചർ നോക്കിയാൽ കാണാം. ട്യൂണിക്ക ആൽബുജിനിയ, ട്യൂണിക്ക വെജൈനാലിസ്. വെജൈനാലിസ് ഔട്ടർ മോസ്റ്റ് ആണ്. ആൽബുജിനിയ കണ്ടോ, അകത്തോട്ടേക്ക് നിൽക്കുന്നത്, അകത്തോട്ടേക്ക് വളരുന്നതെല്ലാം ട്യൂണിക്ക ആൽബുജിനിയാണ്. ട്യൂണിക്ക ആൽബുജിനി ഉള്ളിലേക്ക് വന്നിട്ട് ഓരോ ലോബ്യൂളായിട്ട് മാറും. 2 ആൽബുജിനിൻ്റെ ഉള്ളിലുള്ള ഏരിയയാണ് നമ്മൾ ലോബ്യൂൾ എന്ന് പറയുക. ഈ ലോബ്യൂളിൻ്റെ ഉള്ളിലാണ് സെമിനിഫറസ് ട്യൂബ്യൂൾ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇത്രയും കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, so this tunica albuginea extend inward, forming a septa that divides the testis into series of internal compartments called lobules. നിങ്ങൾക്കിപ്പോൾ കണ്ടു, ഒരുപാട് കമ്പാർട്ട്മെൻറ്റ്സ് ആയിട്ടാണ് ടെസ്റ്റിസിനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഒരു ടെസ്റ്റിസിനകത്ത് 200 to 300 ലൊബ്യൂൾസ് പ്രസൻ്റ് ആയിരിക്കും. ഓരോ ലൊബ്യൂളിൻ്റെ ഉള്ളിലും 2 to 3 ടൈറ്റ്ലി കോയിൽഡ് സെമിനിഫറസ് ട്യൂബ്യൂൾസും പ്രസൻ്റ് ആയിരിക്കും. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്താണ് സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ സ്പേം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ പറയുന്നത് സ്പെർമാറ്റോജെനസിസ്. ഓക്കെ, ദെൻ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഉള്ളിൽ 2 ടൈപ്പ് ഓഫ് സെൽസ് പ്രസൻ്റ് ആണ്, സ്പെർമാറ്റോജെനിക് സെൽസ് ആൻഡ് സെർട്ടോളി സെൽസ്. സ്പെർമാറ്റോജെനിക് സെൽസ്, they are known as the sperm forming cells. Stem cells called spermatogonia form primordial germ cells that arise from the yolk sac and enter the testis during the 5th week of development. ജസ്റ്റ് നിങ്ങൾ
ഇത്രയും കാര്യം പഠിച്ചു വെച്ചാൽ മതി. ഇവിടെ സ്പെർമാറ്റോജനിക് സെൽസും ഉണ്ട്, സെർട്ടോളി സെൽസും ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് വ്യക്തമായിട്ട് പറയുന്നത് സ്പേം പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സ്പെർമാറ്റോജെൻസിസിൽ കൂടുതലുണ്ട്. ഓക്കെ, ദെൻ അത് വരുന്നത് എവിടെ നിന്നാണെന്ന് വെച്ചാൽ എംബ്രിയോണിക് ടെസ്റ്റിസ്. എന്നിട്ട് അതിൻ്റെ സ്റ്റാർട്ടിങ് സെല്ലെന്ന് പറയുന്നത് പ്രൈമോഡിയൽ ജേം സെല്ലാണ്. പ്രൈമോഡിയൽ ജേം സെൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് ലാസ്റ്റ്ലി സ്പെർമാറ്റോഗോണിയ ഉണ്ടാവും. ഈ ഉണ്ടാവുന്ന സ്പെർമാറ്റോഗോണിയ ടെസ്റ്റിസിൻ്റെ അകത്ത് തന്നെ ഡോമിനൻ്റ് ആയി നിൽക്കും. പിന്നെ അത് ആക്റ്റീവ്ലി സ്പേംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ആഫ്റ്റർ പ്യൂബർട്ടി. ഒരു ബോയ് ആഫ്റ്റർ പ്യൂബർട്ടിക്ക് ശേഷം മാത്രമേ എന്തുണ്ടാവും, ഈ സെൽസ് നോർമലി സ്പേംസ് ആയിട്ട് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങും. സ്റ്റാർട്ടിങ് ഫ്രം ദി പ്രൈമോഡിയൽ ജേം സെൽസ് ആൻഡ് ഇറ്റ് എൻഡ്സ് ഇൻ ദ സ്പെർമാറ്റോഗോണിയ. രണ്ടാമത്തെ സെല്ലിനെ നമ്മൾ പറഞ്ഞു സെർട്ടോളി സെൽസ്, ഓൾസോ നോൺ ആസ് സസ്റ്റെൻറ്റാക്കുലർ സെൽസ്. അപ്പോൾ അത് ആക്ച്വലി നറിഷിങ് മെക്കാനിസമാണ് മെയിൻലി വരുന്നത്. സപ്പോർട്ടിങ് ദി സ്പെർമാറ്റോജെൻസിസ് ആണ് ഈ സെർട്ടോളി സെൽസിനുള്ളത്. സസ്റ്റെൻറ്റാക്കുലർ സെൽസ് സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ഡെവലപ്പിംഗ് സ്പെർമാറ്റോജനിക് സെൽസ് ഇൻ സെവറൽ വേസ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ദേ നറിഷ് സ്പെർമാറ്റോസൈറ്റ്, സ്പെർമാറ്റൈഡ് ആൻഡ് സ്പേം. ഇത് മൂന്നെണ്ണം എന്താണെന്ന് വെച്ചാൽ ഓരോന്നും ഡെവലപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോസസ്സിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഇൻ്റർമീഡിയറ്റ് സ്ട്രക്ചേഴ്സാണ് സ്പെർമാറ്റോസൈറ്റ്സ്, സ്പെർമാറ്റൈഡ്സ് ആൻഡ് സ്പേം. അപ്പോൾ ഇതിന് മൂന്നിനെയും നറിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഹെൽപ്പ് ചെയ്യും. ദെൻ ദേ ഫാഗോസൈറ്റസ് എക്സസ് സ്പെർമാറ്റൈഡ് സൈറ്റോപ്ലാസം ആസ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ ഈ സ്പേമിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, ഒരു ടെയിൽ പോലെയല്ല, ഒരു ഹെഡും ഒരു ടെയിലും ഉള്ളൂ. അപ്പോൾ നോർമലി ഇത് സർക്കുലർ ഫോമിലിരിക്കുന്ന ഒരു സെല്ലിൽ ഈ ഒരു ടെയിൽ മോഡലായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഉള്ള കുറേ എക്സ്ട്രാ സൈറ്റോപ്ലാസം എല്ലാം ഉണ്ടാവും സെല്ലിൻ്റെ ഏരിയ. അതെല്ലാം എന്ത് ചെയ്താണ്, ഫാഗോസൈറ്റേഴ്സ് ചെയ്ത് കളയണം. സോ അതിനും ഹെൽപ്പ് ചെയ്യുന്നത് ഇവർ തന്നെയാണ്. ആൻഡ് ഇറ്റ് കൺട്രോൾ മൂവ്മെൻറ്റ് ഓഫ് സ്പെർമാറ്റോജനിക് സെൽസ്, കൺട്രോൾ ദി റിലീസ് ഓഫ് സ്പേം ഇൻ ല്യൂമൻ ഓഫ് ദ സെമിനിഫറസ് ട്യൂബ്യൂൾസ്. And it also produce fluid for sperm transport, secrete the hormone inhibin. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടാവില്ല, ഇൻഹിബിൻ. സോ ഇൻഹിബിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇവർ തന്നെയാണ്. ആൻഡ് ഇറ്റ് ഓൾസോ റെഗുലേറ്റ് ദ എഫക്റ്റ് ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് FSH. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ടെസ്റ്റോസ്റ്റിറോണിൻ്റെയും FSHൻ്റെയും ആവശ്യമുള്ളപ്പം മാത്രം അതിൻ്റെ ലെവൽ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഒരു മൂവ്മെൻറ്റ് ഹെൽപ്പിന് വേണ്ടിയിട്ടും ഈ സസ്റ്റെൻറ്റാക്കുലർ സെൽസ് തന്നെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. Okay, then next is the interstitial cells. Interstitial cells എന്ന് പറഞ്ഞാൽ the space between the adjacent seminiferous tubules. രണ്ട് സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ഇടയിലുള്ള സ്ഥലത്ത് പ്രസൻ്റ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ഓഫ് സെൽസിനാണ് നമ്മൾ പറയുന്നത് interstitial cells or Leydig cells. അവരാണ് ആക്ച്വലി ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The most prevalent androgen that promote the development of masculine characteristics and libido. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷനാണ് പറഞ്ഞത്. ടെസ്റ്റോസ്റ്റിറോണിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലേഡിക് സെൽസ് ആണ്. ലേഡിക് സെൽസ് ഓൾസോ നോൺ ആസ് ഇൻറ്റർസ്റ്റീഷ്യൽ സെൽസ്. മസ്കുലൈൻ ക്യാരക്ടറിസ്റ്റിക്സ്, അത് നമ്മൾ മെയിലും ഫീമെയിലും കൂടെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മെയിൽ കുറേ കൂടെ മസിൽസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ മസ്കുലൈൻ ക്യാരക്ടർ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ആൻഡ് ഓൾസോ ലിബിഡോ, സെക്സ് ഡ്രൈവ്. അപ്പോൾ ഈ സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിട്ട് വരുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് വൺ, ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, ഇത്രയും കാര്യം ഇപ്പോൾ പറയാം. അടുത്തത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.